അങ്ങനെ അനുമോൾക്കെതിരെ എന്തായാലും അലിൻ ജോസ് പെരേര എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട്. അത് ആ ഒരു മരണ വീട്ടിൽ വെച്ചുള്ള അനുമോളുടെ ഒരു ചിരിയും കാര്യങ്ങളും എല്ലാം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരു ഡിസ്കഷൻ ആയ ഒരു കാര്യം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ വെച്ച് ഇങ്ങനെ ചിരിക്കുന്നതിനെതിരെയൊക്കെ ആൾക്കാർ വലിയ രീതിയിൽ തന്നെ സംസാരിച്ചാണ്, വലിയ രീതിയിൽ തന്നെ ഒരു സംസാര വിഷയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അനുമോൾക്കെതിരെയും അതുപോലെ തന്നെ അലിൻ ജോസ് പെരേരക്കെതിരെയും എല്ലാം ഒരു ഹെയ്റ്റ് സംസാരവും കമന്റ്സും വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ കുറച്ച് നാൾ കണ്ടിരുന്നതാണ്. പക്ഷെ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇതുവരെ എന്തായാലും അനുമോൾ അങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ടാവുന്നില്ല. അപ്പൊ ഈ വിഷയത്തിൽ എന്തായാലും അലിൻ ജോസ് പെരേരയുടെ സൈഡിൽ നിന്ന് ഒരു പ്രതികരണം എന്തായാലും ഇന്നലെ എന്തായാലും വന്നിട്ടുണ്ട്. അതായത് ആ ഒരു സാഹചര്യത്തിൽ അനുമോൾ അത് കളിയാക്കി ചിരിച്ചതായിട്ടാണ് തനിക്ക് എന്തായാലും പേഴ്സണലി തോന്നിയത്. അത് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നൊക്കെ എന്തായാലും അലിൻ ജോസ് പെരേര പറയുന്നുണ്ട്. പക്ഷെ അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നുന്നില്ല. കാര്യം അലിൻ ജോസ് പെരേര ഒരു സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ കണ്ടാൽ ആൾക്കാർ ചിരിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് തന്നെയാണ് അലിൻ ജോസ് പെരേര എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് തന്നെയാണ് അലിൻ ജോസ് പെരേര എന്തായാലും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരവരെ തന്നെ കാണുന്ന സമയത്ത് ചിരിക്കുക അല്ലെങ്കിൽ തന്നെ അറിയുക, തിരിച്ചറിയുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്ന വലിയ രീതിയിലൊരു ട്രോഫി ആയിട്ട് അലിൻ ജോസ് പെരേര എടുക്കാനാണ് സാധ്യതയുള്ളത്. കാര്യം ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അനുമോൾക്കെതിരെയും വലിയ രീതിയിലൊരു ഹെയ്റ്റ് വരുന്നത് കൊണ്ട് മാത്രം ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അലിൻ ജോസ് പെരേര മാറിയതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പക്ഷെ എങ്കിൽ പോലും അനുമോൾ ചെയ്തൊരു കാര്യം വളരെയധികം ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പേഴ്സണലി ഞാൻ പറയുന്നില്ല. കാര്യം എന്തിനു വേണ്ടിയാണ് അനുമോൾ അവിടെ പോയെന്ന് നമുക്കറിയാവുന്നതാണ്. സോ അത്രയധികം ക്യാമറകൾ ചുറ്റുമുള്ള സമയത്ത്, കാര്യം അനുമോളെ പോലത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ക്യാമറകൾ അനുമോളെ ഫോക്കസ് ചെയ്യും എന്നുള്ളൊരു കാര്യം ബേസിക് ആയിട്ട് അനുമോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു റിയാക്ഷൻ പോലെ അത് വലിയ രീതിയിൽ നെഗറ്റീവായിട്ടൊക്കെ വരെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഉറപ്പായിട്ടും ഇത്തരത്തിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തിയ ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അനുമോളുടെ സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്.